ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിറ്റ് ആൻഡ് ജിറ്റ്ഹബ് എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജിറ്റും ജിറ്റ്ഹബും എന്താണെന്നും അതെങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാമെന്നുമാണ്. ഫസ്റ്റ് തന്നെ, വാട്ട് ഈസ് ജിറ്റ്? ജിറ്റ് ഈസ് എ വേർഷൻ കൺട്രോൾ സിസ്റ്റം. വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാം, ഫുള്ളി വർക്കിംഗ് ആയ ഒരു പ്രോഗ്രാം, അതിൽ നമ്മൾ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പുതിയ ഫീച്ചർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പേ ആ ഫീച്ചർ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജിറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ജിറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഓരോ സിംഗിൾ ചേഞ്ചും ട്രാക്ക് ചെയ്യാനും ഏത് സമയത്ത് വേണമെങ്കിലും ഏതൊരു ചേഞ്ചിലേക്കും തിരിച്ചു പോകാനും പ്രീവിയസ് വേർഷനിലേക്ക് പോകാനും സാധിക്കും. പിന്നെ എന്താണ് ജിറ്റ്ഹബ്? ജിറ്റ്ഹബ് എന്ന് പറഞ്ഞാൽ ജിറ്റിൻ്റെ ഒരു വെബ് ബേസ്ഡ് വേർഷനാണ്. ഈ ജിറ്റ്ഹബ് എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം പോലെയാണ് ഡെവലപ്പേഴ്സിനുള്ള. നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഓരോ പോസ്റ്റ് ചെയ്യുന്നത് പോലെ ജിറ്റ്ഹബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോഡായിരിക്കും. എസ്പെഷ്യലി ഓപ്പൺ സോഴ്സ് കോഡ്സ് എല്ലാം ജിറ്റ്ഹബിൽ അവൈലബിൾ ആണ്. എങ്ങനെ വേർഷൻ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ കാണുന്ന വേർഷൻ 0.1, 0.2 ഇത് മെയിൻ വേർഷൻസ് ആണ്. ഈ കാണുന്നത് ഹോട്ട് ഫിക്സ്, ഇത് സിമ്പിൾ ഫിക്സ്. ഒരു വേർഷനിൽ നിന്ന് മറ്റേ വേർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന ചെറിയ ഫിക്സ്. ഇതൊരു ഡെവലപ്മെൻറ്റ്, ഈ പേർപ്പിൾ കളറിലുള്ളത്. ഇതിൽ കാണാം നമുക്ക് ഈ വേർഷൻ ഫുള്ളി അവൈലബിൾ ആകുന്നത് വേർഷൻ 1-ലാണ്. അതുവരെ വേർഷൻ 0.1 കഴിഞ്ഞാൽ 0.2-ലൊന്നും അവൈലബിൾ അല്ല. ഇതിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റ് കഴിയുന്നത് വേർഷൻ 1-ലായതുകൊണ്ട് അതുവരെ നമ്മൾ റിലീസ് ചെയ്യാതെ വെക്കുന്ന ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ് ഈ പേർപ്പിൾ കളറിലുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ജിറ്റ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ജിറ്റ് ഉപയോഗിക്കാൻ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ജിറ്റ് scm.com എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ജിറ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ജിറ്റിൻ്റെ കൂടെ തന്നെ പിന്നെ ആവശ്യം ഒരു കോഡ് എഡിറ്ററാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. കാരണം വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് ജിറ്റ് കമാൻഡ്സ് ബിൽഡിനായിട്ട് തന്നെയുണ്ട്. നമുക്ക് ആവശ്യം ജിറ്റും പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡുമാണ്. ഇത് രണ്ടും നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ജിറ്റും ജിറ്റ്ഹബും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയോ എന്നറിയാൻ വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പുതിയ 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ജിറ്റ് GUI ഹിയർ, ജിറ്റ് ബാഷ് ഹിയർ, ഓപ്പൺ വിത്ത് കോഡ്. ഇത് 3 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയെന്നാണ്. ഇനി നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ജിറ്റ് ഓപ്പൺ ചെയ്യാൻ എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് കോഡ് ടൈപ്പ് ചെയ്യാം. ഇനി ഇതിൽ പുതിയ ഫയൽ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ index.js ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഞാൻ ആഡ് ചെയ്തു. ഇനി ആ ഫയലിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം ലെറ്റ് a equal to 25, const b equal to 30, എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ഇത് സാധാ ഫയലായിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആയത്. ഇനി ഇതിലെങ്ങനെ ജിറ്റ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ജിറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനലിൽ ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ടെർമിനൽ വരും.
ഇനി ഇവിടെ ടൈപ്പ് ചെയ്യുക ജിറ്റ് ഇനിറ്റ്. ഇപ്പം നമ്മുടെ ഈ ഫോൾഡർ ജിറ്റ് എന്ന ഫോൾഡർ മൊത്തം ഒരു ജിറ്റ് ഇനീഷ്യലൈസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു യു കാണാം. യു മീൻസ് അൺട്രാക്ക്ഡ് എന്ന്. ഇത് നമ്മൾ ഫസ്റ്റത്തെ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ട്രാക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ജിറ്റ് ടെർമിനോളജീസ് നോക്കാം. ഫസ്റ്റ് റെപ്പോസിറ്ററി. റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ജിറ്റ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കില്ലേ, ആ ഫോൾഡറിലാണ് നമ്മൾ ജിറ്റ് ഇനീഷ്യലൈസ് ചെയ്തത്. അപ്പോൾ ആ ഫോൾഡറാണ് ഒരു റെപ്പോസിറ്ററിയായി അറിയപ്പെടുന്നത്. പിന്നെ പറയുന്നത് ബ്രാഞ്ച്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വെർഷൻ കൺട്രോൾ കണ്ടില്ലേ, ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത് ഇതാണ് മാസ്റ്റർ ബ്രാഞ്ച്. പിന്നെ ഈ സബ് ബ്രാഞ്ചസ് ആണിത്. ഈ ബ്രാഞ്ച് നമ്മൾ മെർജ് ചെയ്യുമ്പോഴാണ് അതൊരു ഫീച്ചറായി റിലീസ് ചെയ്യുന്നത്. പിന്നെ ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഗിറ്റ്ഹബിൽ മറ്റൊരാളുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു റെപ്പോസിറ്ററി നമ്മൾ നമ്മുടെ പേഴ്സണൽ കോപ്പി വേറെ സേവ് ചെയ്യുന്നതിനാണ് ഫോർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലോൺ എന്ന് പറഞ്ഞാൽ ഒരു റെപ്പോസിറ്ററി കോപ്പി ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നതിനാണ് ക്ലോൺ എന്ന് പറയുന്നത്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയലിൻ്റെ ചേഞ്ച് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നതിനാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. ഓരോ കമ്മിറ്റിനും ഓരോ ഐ ഡി ഉണ്ട്. ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് ഓരോ കമ്മിറ്റിനെയും ട്രാക്ക് ചെയ്യാവുന്നതാണ്. മാസ്റ്റർ ബ്രാഞ്ച് എന്നാൽ അതാണ് മെയിൻ ബ്രാഞ്ച്. നമ്മൾ ഏത് ഫീച്ചർ റിലീസ് ചെയ്യുമ്പോഴും അത് മാസ്റ്റർ ബ്രാഞ്ചിൽ റിലീസ് ചെയ്യുമ്പോഴാണ് ഒരു റിലീസ് ആകുന്നത്. ഇനി കൂടുതൽ നമ്മൾ ജിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജിറ്റ് ബാഷ് ഹിയർ എന്ന് അടിക്കുക. എന്നിട്ട് ടൈപ്പ് ചെയ്യുക git config global user.name show. ഇതേപോലെ തന്നെ user.email നമ്മുടെ യൂസർ നെയിമും നമ്മുടെ ഇമെയിലും നമ്മൾ ജിറ്റിൽ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഓരോ കമ്മിറ്റ്, അതായത് ഓരോ കമ്മിറ്റ് സേവ് ചെയ്യുമ്പോഴും അത് ആരാണ് സേവ് ചെയ്തതെന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ യൂസർ നെയിമും ഇമെയിലും കോൺഫിഗർ ചെയ്ത് വെക്കുന്നത്. ഒരു പ്രോഗ്രാമിൽ തന്നെ ഒന്നിലധികം പേർ വർക്ക് ചെയ്യുന്നതുണ്ടാവും. അപ്പോൾ ഓരോ കമ്മിറ്റും ആരാ ചെയ്തതെന്ന് റെക്കോർഡ് ചെയ്യാനാണ് യൂസർ നെയിമും ഇമെയിലും സേവ് ചെയ്യുന്നത്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ജിറ്റ് ലെൻസ് എന്ന് പറഞ്ഞ ഒരു VS കോഡിൻ്റെ ഒരു പ്ലഗിനാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ, ഇന്ത്യയിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിട്ട് ഓരോ കമ്മിറ്റും കാര്യങ്ങളും ഈ ജിറ്റ് ലെൻസ് യൂസ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കമ്മിറ്റ്സ് ഒന്നും ചെയ്തില്ല, അതാണ് ഇങ്ങനെ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റ് നടത്താം. ഫസ്റ്റ് കമ്മിറ്റ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ കമ്മിറ്റിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ട ഫയൽസ് എല്ലാം സ്റ്റേജ് ചെയ്യണം. സ്റ്റേജ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് ഈ സോഴ്സ് കൺട്രോളിൽ പോയിട്ട് ഈ പ്ലസ് ഐക്കൺ അമർത്തിയാൽ അത് സ്റ്റേജ് ആവും. ഈ സ്റ്റേജസ് ചേഞ്ചസ് ഇത് മൈനസ് ചെയ്താൽ അത് പോവും. പിന്നെ വേറെ മെത്തേഡ് ജിറ്റ് ആഡ്, എന്നിട്ട് ഫയലിൻ്റെ നെയിം അടിക്കുക. അതല്ലെങ്കിൽ ഒരു പീരിയഡ് ഇട്ടാൽ എല്ലാ ഫയൽസും സ്റ്റേജ് ചെയ്യപ്പെടും. ഇപ്പോൾ സ്റ്റേജ് ചെയ്തു. ഇനി നമുക്ക് കമ്മിറ്റ് ചെയ്യാം. അതിനുള്ള കോഡാണ് ജിറ്റ് കമ്മിറ്റ്. പിന്നെ നമുക്ക് മെസ്സേജ് എന്തെങ്കിലും പാസ് ചെയ്യുക, അല്ല ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിന് ഫസ്റ്റ് കമ്മിറ്റിന് കൊടുക്കുക.
എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പം 1 ഫയൽ ചേഞ്ചിൽ 2 ഇൻസേർഷൻസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റ് കഴിഞ്ഞു. ഇനി വേറൊരു കമ്മിറ്റും കൂടെ നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ഫയലിൽ കുറച്ച് എഡിറ്റ് വരുത്താം. ഫസ്റ്റ് ഈ A25 മാറ്റിയിട്ട് 35 ആക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ലെറ്റ് C = 50 അങ്ങനെ കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ സ്റ്റേജ് ചെയ്യുക. എന്നിട്ട് ഒരു കമ്മിറ്റ് കൂടെ നടത്താം, സെക്കൻഡ് കമ്മിറ്റ്. ഇപ്പോൾ നമ്മൾ 2 കമ്മിറ്റ് ചെയ്തു. ഇനി ഓരോ കമ്മിറ്റിൻ്റെയും ഡിഫറൻസസ് നമുക്ക് ഈ ജിറ്റ് ലെൻസ് വെച്ച് ട്രാക്ക് ചെയ്യാം. ഫസ്റ്റ് കമ്മിറ്റിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കമ്മിറ്റിൽ ആഡ് ചെയ്തതാണ് ലെറ്റ് A = 25 const V = 30. ഈ സെക്കൻഡ് കമ്മിറ്റ് ആയപ്പോൾ ഈ 25 മാറ്റി 35 ആയി. അതുപോലെ തന്നെ പുതിയ ലൈനായി C50 വന്നു. ഇനി നമുക്ക് ബ്രാഞ്ചിങ് നോക്കാം. ഇതുവരെ നമ്മൾ വർക്ക് ചെയ്തത് ഫുള്ള് മാസ്റ്റർ ബ്രാഞ്ച് എന്ന മെയിൻ ബ്രാഞ്ചിലാണ്. ഇനി ഇപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് ജസ്റ്റ് വേറൊരു ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജിറ്റ് ചെക്കൗട്ട് -b പുതിയ ബ്രാഞ്ചിൻ്റെ നെയിം കൊടുക്കുക, ജസ്റ്റ് ഫീച്ചർ എന്ന് കൊടുക്കുക. അപ്പം ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫീച്ചർ ബ്രാഞ്ചിലാണ്. ഇനി നമ്മളൊരു ഫീച്ചർ ആഡ് ചെയ്യാൻ നമുക്ക് ഒരു പുതിയ ഫയലിലാണെന്ന് കരുതുക. അപ്പം ന്യൂ ഫയൽ feature.js. ഇനി ഇതിലും അതുപോലെ നമുക്ക് കൊടുക്കാം const A = 35. ഇതാണ് നമ്മുടെ ഈ ഫയലിലുള്ള ചേഞ്ച് എന്ന് കരുതുക. ഇപ്പം നമ്മൾ ഫീച്ചർ ബ്രാഞ്ചിലാണുള്ളത്. ഈ ഫീച്ചർ ബ്രാഞ്ച് നമുക്ക് കമ്മിറ്റ് ചെയ്യാം. ജിറ്റ് കമ്മിറ്റ്, അതിന് മുമ്പ് സ്റ്റേ ചെയ്യാം. ജിറ്റ് ആഡ്, പിന്നെ ജിറ്റ് commit with message feature. അപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫീച്ചർ ബ്രാഞ്ച് മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ജിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ, അതായത് നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ. ഇനി മാസ്റ്റർ ബ്രാഞ്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് ആ ഫീച്ചർ ബ്രാഞ്ച് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിറ്റ് മെർജ് ഫീച്ചർ. ഇപ്പം നമ്മൾ ആ ഫീച്ചർ ബ്രാഞ്ച് മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്തു. ഇപ്പം മാസ്റ്റർ ബ്രാഞ്ചിലും ഫീച്ചർ ബ്രാഞ്ചിലും സെയിം ഫയൽസാണുള്ളത്. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ലോക്കലി നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സേവ് ചെയ്തുകൊണ്ടുള്ള ജിറ്റായിരുന്നു. ഇനി നമുക്ക് ഗിറ്റ് ഹബ് ഉപയോഗിക്കാം, അതായത് വെബ് ബേസ്ഡ് ജിറ്റ്. അതിന് ഫസ്റ്റ് തന്നെ github.com പോവാം. അതിനകത്ത് സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് പുതിയൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കുക. എന്നിട്ട് പുതിയ റെപ്പോസിറ്ററിക്ക് നെയിം കൊടുക്കുക. ജസ്റ്റ് ജിറ്റ് എന്ന് കൊടുക്കുക. ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കാൻ നിർബന്ധമില്ല. നമുക്കിത് പ്രൈവറ്റ് ആയിട്ടോ പബ്ലിക് ആയിട്ടോ വെക്കാം. പബ്ലിക് ആയിട്ട് തന്നെ വെക്കാം ഇപ്പോൾ. എന്നിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് കമാൻഡ്സ് നമ്മുടെ മുമ്പിലോട്ട് വരും. ഈ കമാൻഡ്സ് കാണുന്ന ജിറ്റ് റിമോട്ട്, ഈ ജിറ്റ് റിമോട്ട് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ച ഈ പ്രോഗ്രാം
മീൻ ഗിറ്റ് ഒരു റിമോട്ട് കൊടുക്കുകയാണ്. പിന്നെ ജിറ്റ് പുഷ് എന്ന് പറഞ്ഞാൽ ആ കോഡ് ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യുക. അപ്പം ഈ 2 കോഡും നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ ഈ ടെർമിനലിൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രാംസ് എല്ലാം ഗിറ്റ് ഹബിലോട്ട് പോയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ ഗിറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഫയൽസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടാകും. ഇതുവരെ നമ്മൾ ലോക്കലി നമ്മൾ ചെയ്ത 4 കമ്മിറ്റ്സും ആ കമ്മിറ്റ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് സെക്കൻഡ് കമ്മിറ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതിൽ വന്ന ചേഞ്ചസ് ആണ് കാണുന്നത്. ഇനി നമുക്കൊരു പ്രോഗ്രാം എങ്ങനെ ക്ലോൺ ചെയ്യാമെന്ന് നോക്കാം. ക്ലോൺ ചെയ്യാമെന്ന് വെച്ചാൽ ഗിറ്റ് ഹബിൽ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മളെ ലോക്കൽ മെഷീനിലോട്ട് കോപ്പി ചെയ്യുന്നതിനാണ് ക്ലോൺ എന്ന് പറയാം. നമ്മൾ ഈ ജിറ്റ് എന്ന ഈ പ്രോഗ്രാം എന്നെ ക്ലോൺ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൊഫൈലിൽ പോവുക, നമ്മുടെ റെപ്പോസിറ്ററി പോവുക, അതിൽ ജിറ്റ് എടുത്തിട്ട് ഇവിടെ ഉണ്ടാവും ക്ലോൺ ഓർ ഡൗൺലോഡ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് വേറൊരു ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഈ ന്യൂ ഫോൾഡറിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ കോഡിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കോഡിൽ ടെർമിനൽ ചെയ്യാം, അല്ലെങ്കിൽ ഗിറ്റ് ബാഷ് ചെയ്യാം. നമുക്ക് കോഡിൽ തന്നെ ചെയ്യാം. കോഡിൽ പോയ ശേഷം ടെർമിനലിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ടെർമിനൽ ചെയ്തിട്ട് അതിനകത്ത് ജിറ്റ് ക്ലോൺ അവിടെ തന്ന ആ അഡ്രസ്സ് കോപ്പി ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ക്ലോണിങ് ഇൻ ടു ജിറ്റ് ആ ഫോൾഡർ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആ ഫോൾഡർ ഒന്ന് കാണാം. അപ്പോൾ ആ പ്രോഗ്രാം നമ്മുടെ ഇതിൽ കോപ്പിയായി. ഇങ്ങനെയാണ് ജിറ്റ് ക്ലോൺ ചെയ്യൽ. ഇനി നമുക്ക് ഗിറ്റ് ഹബിൽ ഒരു പ്രോഗ്രാം എങ്ങനെ ഫോർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫോർക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പം ഒരു COVID-19 വെബ് ആപ്പിൻ്റെ പേജിലാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ ഫോർക്ക് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഈ ഫോർക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഫോർക്ക് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഫോർക്കാവുന്നതാണ്. ഫോർക്കായി കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈലിൽ, അതായത് എൻ്റെ പ്രൊഫൈലാണ് ഷോപ്പ് കോഡ്സ്, ഇതിൽ COVID-19 വെബ് എന്ന ഒരു പുതിയ റെപ്പോസിറ്ററി ആഡ് ചെയ്ത് അതേ റെപ്പോസിറ്ററി നമ്മുടെ ഇതിലോട്ട് ക്ലോൺ ചെയ്ത പോലെയാണ് നമുക്ക് ഇത് കിട്ടുക. ഇത്രയാണ് ഇന്നത്തെ ഈ ഗിറ്റ് ആൻഡ് ഇത്രയാണ് ഇന്നത്തെ ഗിറ്റ് ആൻഡ് GitHub എന്ന ഈ ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.